ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ന്യൂ ജനറേഷൻ ആണുകാണൽ ചടങ്ങിൽ നടന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് ഇന്നത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി. ഇത് ന്യൂ ജനറേഷൻ ആവുമ്പോൾ പെണ്ണ് കാണലും അങ്ങനെ തന്നെ ആവണ്ടേ? എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോഴത്തെ ഒരു വിറയലൊക്കെ ഉണ്ട്. പക്ഷേ ചെറുക്കൻ മനസ്സ് തുറന്നപ്പോൾ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാളും ഇഷ്ടപ്പെട്ട തന്നെയാണ്. നിങ്ങൾ തമ്മിൽ തീരുമാനിച്ച പോരെ, ഞാൻ ഇവിടെ കേട്ട കാര്യമില്ല. വെറുതെ ഈ കുട്ടിയെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ ആരെ കല്യാണം കഴിക്കണത് ഞാനാ തീരുമാനിക്കണ, ഇയാളല്ല. കളിയാക്കാണോ വിളിച്ചിട്ട്? എനിക്ക് കുട്ടി മതി. പെണ്ണ് കാണൽ മാറി പെണ്ണ് മാറലായ ഒരു മാറ്റക്കഥ. മൂവാറ്റുപുഴ ക്രൈസ്റ്റ് നോളജ് സിറ്റിയിലെ ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏത് സ്കൂളിൽ പഠിക്കുന്നതാണ് പറഞ്ഞത്? സ്കൂളല്ല, കോളേജാണ്. എന്തിനാ പഠിക്കുന്നത്? MCA. കേൾക്കാൻ വയ്യ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ബാക്കി രണ്ടുപേർക്ക് സൗണ്ട് ഇല്ല. MCA ഉണ്ട്. സ്കൂൾ കുട്ടികളുടെ അതേ അച്ചടക്കവും അനുസരണയാണ്, ഒരേപോലെ പറഞ്ഞുണ്ട്. പേര് പറയും. ഉണ്ണിമായ. സെക്കൻഡ് ഇയർ. ലിയയും MCA സെക്കൻഡ് ഇയർ. ഉറപ്പാണോ? ഉറപ്പായിട്ടും 100 പ്രാവശ്യം. 100 പ്രാവശ്യം. സനു, നിങ്ങൾ മൂന്നുപേരും ഒരേ ക്ലാസ്സിലാണ്. എത്ര വർഷമായി സുഹൃത്തുക്കളാണ്? ഇപ്പൊ ഡിഗ്രി തൊട്ട് ഞങ്ങള് ഫ്രണ്ട്സാണ്. ഇവര് 17 വർഷമായിട്ട് ഫ്രണ്ട്സാണ്. ജനിക്കുന്നതിന് മുമ്പോട്ട് 1ാം ക്ലാസ് തൊട്ട്. എന്താണ് ലിയെ ഇതിലേക്ക് തിരഞ്ഞെടുക്കാൻ കാര്യം? അത് ഇവരെല്ലാവരും കൂടി ഞങ്ങളൊരു 6 പേര് ഫ്രണ്ട്സാണ്. 6 പേരും കൂടിയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വലിയൊരു പെട്ടിയിൽ ഗിഫ്റ്റൊക്കെ തന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായത് തണ്ണിമത്തങ്ങയായിരുന്നു. വേറെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫോട്ടോ ഫ്രെയിം, അതെനിക്ക് ഇഷ്ടമായി. ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. അല്ലാതെ തണ്ണിമത്തങ്ങ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചോ പെട്ടി കണ്ടപ്പോൾ. അത് എന്നെ കൊണ്ട് ചുമന്ന് നടന്നു. അതും കുറേ നേരം ഞാൻ നടന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ ആലോചിച്ചു എല്ലാവർക്കും കൂടി പണി കൊടുക്കണം എന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ബാക്കി അങ്ങോട്ട് ഗട്ട്സ് ഇല്ല ബാക്കി ഒറ്റണത്തിനും. ഇവനാകുമ്പോൾ കുറച്ച് താങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിലേക്ക് വിളിച്ചിട്ട് പണി കൊടുക്കാൻ ഇവനെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതിൽ ഒരാൾക്കൊരു ബാക്കി ആർക്കും അറിഞ്ഞുകൂടല്ലോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഇവിടെ ഒരു പെണ്ണുകാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് പയ്യൻ ഇതുവരെയും പെണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമായ നിന്റെ വക ചെലവിട്ടാ. നിന്നെ ഇഷ്ടമാണെങ്കിൽ ചെലവ്, നിനക്ക് ഇഷ്ടമായി പ്രാർത്ഥിക്കില്ലേ ആ ചേട്ടൻ നന്നായിട്ട് സംസാരിക്കണേന്ന്. എന്റെ പേര് നീ പറയണോ? സനുവിന്റെ പേര് നീ അറിയണോ എന്ന്? അതല്ല, പെട്ടെന്നുള്ള കൺഫ്യൂഷനെ. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോഴത്തെ ഒരു വിറയലൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ശീലമായി. സ്ഥിരം പെണ്ണ് കാണാൻ പോവാം. ഞങ്ങൾ സ്ഥിരമായിട്ട് ചെക്കൻ കാണാൻ പോകാറുണ്ട്. എന്താ ചോദിക്കാന്നില്ലേ? ചോദിക്കുക. വീട് എൻ്റെ വീടോ? എൻ്റെ വീട് കോട്ടയം. അവിടെ എന്തേ കോട്ടയത്ത് മാറും? വളരെ നല്ല കുട്ടി. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യും. സംസാരിക്കണം. സനുവിന് സംസാരിച്ചിട്ട് എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ആണോ? പിന്നെ ഇവന്റെ സനുവിന്റെ 17 വർഷത്തെ ഫ്രണ്ടാണ് ഇവൻ. അപ്പൊ ഇവന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ എനിക്ക് രാഗിയാളെ അവകാശമുണ്ട്. അങ്ങനെയാണോ? ഞങ്ങള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരുമിച്ച് പഠിച്ചാ? എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? എനിക്കിനി ഒരു 2 ആഴ്ച. 2 ആഴ്ച ലീവുണ്ട്. തൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ താങ്കൾ ഭയങ്കര സ്മാർട്ടാന്നൊക്കെ കരുതിയത്. പക്ഷേ ആകെപ്പാടൊരു പമ്മിയിരിക്കുന്നൊരു പൂച്ച.
അങ്ങനത്തെ രീതിയൊക്കെയാണ്. ഫോട്ടോ കണ്ട അങ്ങനെ ഫീൽ ചെയ്യുന്ന എല്ലാരും പറയാറുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുറച്ച് സൈലന്റ് ടൈപ്പ് ആണ്. സൈലന്റ് ആ കുഴപ്പമില്ല, എന്നാലും ചില ടൈമിൽ വയലന്റ് ആവാറുണ്ട്. ഞങ്ങൾ അത്ര വയലന്റ് അല്ലല്ലേ അല്ലേ? ഞാൻ വിചാരിക്കാണ് കുറച്ച് വയലന്റ്. ശരിക്കും ഫോട്ടോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, വീണ്ടും ഞാൻ പറയുന്ന ഒരു സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു. ഇതാണ് മാക്സിമം സ്മാർട്ട്. ഇതിൽ കൂടുതൽ സ്മാർട്ട് നോക്കാൻ പറ്റില്ല. കുട്ടി പാട്ട് പാടും ആണോ? ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോ. പാട്ടൊക്കെ പാടും, പള്ളിയിൽ ടീമുകളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണോ? ഞങ്ങൾ ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. ബാക്കിയില്ല. ഇനിയും ചോദിച്ചറിയാൻ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയാം അല്ലേ? അല്ലേ? അതല്ല നല്ല. ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വെളിയിൽ പോക്കോ, ഞാൻ ചോദിക്കാം. ഇല്ല, നിങ്ങൾ എൻ്റെ വെളിയിൽ പോക്കൂ, ഞാൻ ഇതിനോട് ചോദിക്കാം. അതാകുമ്പോൾ കൊന്നുപോലെ പഠിച്ച ആളല്ലേ, അതിനോട് പ്രത്യേകം ചോദിക്കും, കൂടുതൽ കിട്ടും. പോട്ടോ ചെല്ലേ, നിങ്ങൾ എന്നെ വിളിപ്പോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ചെല്ല ചെല്ലു ചെല്ലു, ഞങ്ങൾ സംസാരിക്കട്ടെ. സനുവിൻ്റെ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ സനു നല്ല സ്മാർട്ട്, ഭയങ്കര സ്മാർട്ട്നെസ് ആയിട്ടുള്ള ഫോട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ പഞ്ചവ നമ്മൾ പറയല്ലോ, ഈ ഖത്തറിലൊക്കെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഖത്തറിലൊക്കെ ജീവിക്കുമ്പോൾ ഡ്രസ്സിങ് പോലും ഞാൻ നോക്കിയത് ഒരു ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡേൺ എന്നാണ് ആ രീതിയിൽ ഉദ്ദേശിച്ചത്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അയാളെക്കാളും ഇഷ്ടപ്പെട്ടു തന്നെ. സീരിയസ്ലി, സത്യം സീരിയസ്ലി. അത് കുഴപ്പമില്ല, ഞാൻ തൻ്റെ വീട്ടിൽ വിളിച്ച് പറയാം. പ്ലീസ്, കഷ്ടം. ഞാൻ അതിനേക്കാളും ഇഷ്ടപ്പെട്ട തന്നെയാണ്, അതിനേക്കാളും ഇഷ്ടപ്പെട്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് കുഴപ്പമില്ല, അതിപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പറയാം. അതുകൊണ്ടാ നമുക്ക് ആലോചിക്കാൻ, നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ വീട്ടുകാർ സംസാരിക്കാം. എനിപ്പോൾ സംസാരിക്കുന്നത് കുഴപ്പമില്ല. വീടെവിടെന്ന് പറഞ്ഞു? പാലോട്ട്. വീട്ടിൽ പോ, സംസാരിച്ചോളാം. ഞാൻ സീരിയസ്ലി പറഞ്ഞാണ്, ഞാൻ തന്നെയാണ്. എനിക്ക് അതിനേക്കാളും കൂടുതൽ, സൗന്ദര്യത്തെക്കാളും കൂടുതൽ നമുക്ക് സ്മാർട്ട്നെസ് ആണ് ഇഷ്ടപ്പെടുന്നത്. ഞാനൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ 2 മിനിറ്റ് ഇപ്പോൾ വരും. ആ കുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം സ്നേഹം കൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ തീരുമാനം എടുക്കാൻ ഇപ്പോൾ വരാം. ഞാൻ ഇപ്പോൾ വരും. തീരുമാനം എടുത്ത് അവിടെ നിൽക്കി 2 മിനിറ്റ് അവിടെ ഞാൻ അവരെ വിളിക്കാം. ആ കുട്ടിയെ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ചെല്ലു കേട്ടോ. എന്താടാ എന്താണ് പറഞ്ഞത്? ഇഷ്ടപ്പെട്ടു. എന്താടാ? ഒന്നുമില്ല. എന്തോ നീ എന്താ പറഞ്ഞേ? എന്താടും എന്നോട് കൂടെ പറ. ഒന്നുമില്ല. എന്താ പറഞ്ഞേ? What's happening here? പറ. പറ. എനിക്ക് പേടിയാണ്. എന്താന്ന് പറ. പറ. പിന്നീട് വേണ്ടോ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? പറഞ്ഞു മനസ്സിലാക്കാൻ മനുഷ്യനെ. ആൻറ്റി ഒരു സീനാക്കാൻ ചെല്ലു വിളിക്കും. ഞാൻ വിളിച്ചിട്ട് പറ്റേ പറഞ്ഞു മനസ്സിലാക്കാൻ. ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സ്മാർട്ടാണ്. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കൂടുതലായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കും. മനസ്സിലാക്കാൻ മനുഷ്യനോ മര്യാദയ്ക്ക് ഇവനെ കിട്ടാൻ പറ. വെറുതെടാ. അമ്മ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടായിരുന്നു. പറഞ്ഞ കുട്ടി കേട്ടു. എന്ത് തീരുമാനിച്ചു? അല്ല എനിക്ക് ഞാൻ പറഞ്ഞ സീരിയസ്ലി ഞാൻ പറഞ്ഞ അന്ന് ഞാൻ അറ്റാൻ പറഞ്ഞല്ലേ.
ഇനിയിപ്പോ എന്ത് തീരുമാനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ പോരെ, മതി. ഞാൻ ഇവിടെ കിട്ട കാര്യമില്ലല്ലോ. അതില്ല കേട്ടോ, ഞാൻ എപ്പോഴും സംസാരിച്ചോളാം. ഞാനോ അല്ല വേണ്ട, 2 മിനിറ്റ് ഞാൻ പറഞ്ഞു, അവളോട് ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പിന്നെ പേര് പറഞ്ഞ ലിയ. അതായത് ലിയയുടെ കണ്ടപ്പോൾ തന്നെ, ലിയയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ല, അത് കണ്ടപ്പോൾ തന്നെ ഈ ലിയയുടെ മുഖത്തുള്ള ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല, അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ആന്റിയുടെ കാര്യം പറ. അത് കൂട്ടുകാർ സമ്മതിച്ചു. അവനത് ഹേർട്ട് ചെയ്തട്ടെ. അത് കുഴപ്പമില്ല, ഹെർട്ടും ചെയ്തില്ല, അത് നമുക്ക് കുഴപ്പമില്ല. അത് കല്യാണം കഴിഞ്ഞ് നമുക്ക് അവൾ നല്ലൊരു ഫ്രണ്ട് ആവാം, നല്ല പക്ക ഫ്രണ്ട് ആവുമ്പോൾ. എൻ്റെ കാര്യത്തിലോ ആ കുട്ടിയുടെ കാര്യത്തിലോ? വൈ? ബിക്കോസ് അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നതല്ലല്ലോ. അങ്ങോട്ട് താങ്കളിൽ പോവും. ആന്റിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ചേട്ടനെ ഓക്കെ ആക്ക് നീ കേട്ടാ. നീ പറഞ്ഞ് ഓക്കെ ആക്കി. എനിക്കൊന്നും അറിയണ്ട, ചേട്ടയുടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ ഓക്കെ ആക്കിക്കോ പറഞ്ഞു. ചെല്ലേ പ്ലീസ്, ഞാൻ സംസാരിക്കാം. പറയും. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കണ്ട് അവൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും. ഒരിക്കലില്ല, അത് പറയാന്നുള്ള ഗസറ്റേ ഉള്ളൂ. അത് ആ കുട്ടി തന്നെ പറഞ്ഞോളും. അങ്ങനെ ഒരിക്കലും അവർ ആ സെൻസിലായിരിക്കില്ല. ഇല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലെ തന്നെയാണ് അവനും. ഇല്ലില്ല, ഒരിക്കലില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ടോട്ടലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഓക്കെ. പക്ഷെ അവനൊരു നാണം ഉണ്ടാവും, ചമ്മലും ഉണ്ടാവും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ബിക്കോസ് അവനെ കൺസേൺഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഉണ്ണി വിട് പ്ലീസ്. എടാ വെറുതെ ഇരി. ചേട്ടാ ഒരു മിനിറ്റ് പുറത്തിറങ്ങി, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ചേട്ടാ നീ 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 നിന്നോടാ സംസാരിക്കാൻ പറഞ്ഞത്. ഇത്രയും അവൻ ദേ ഇപ്പൊ നോക്ക്, അവനോട് ഞാൻ കരയുന്നു. അയാൾക്ക് നിന്നെ കിട്ടിയാൽ മതിയെന്ന്. അവൻ്റെ 17 years ഫ്രണ്ടാണ്, അതുകൊണ്ട് അവനെ പറ്റി അറിയാനാണ് എന്നോട് സംസാരിക്കാൻ പിടിച്ചിരുത്തിയത്. അയാൾക്കത് ഞാൻ അവനെ പറ്റി എന്നോട് ചോദിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഇവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിക്കുന്നു അവനോട്. ഞാൻ ഇത്രയും ചോദിക്കുമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ. ഉണ്ണി ചുമ്മാ ഇരി. അവിടെ സംസാരിക്കാൻ ആന്റി എന്ത് പറയുന്ന റിയാക്ട് ചെയ്യുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എടാ നീ ഇതിപ്പോൾ എൻ്റെ തലയിലോട്ടാണ്. ഞാൻ കാഷ്വലി അയാളോട് ഇപ്പം അവന് എന്താ പറയുക, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. നമ്മളിവിടെ ഇരുന്ന് നമുക്ക് കാണാനാണ് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഇരുന്നിട്ട് നീ ചോദിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇത്രയും ചോദിക്കുമെന്ന് വിചാരിച്ചു. അയാൾ എന്ത് ചോദിക്കുന്നു? അയാളെ പിന്നെ സംസാരിച്ച് പിന്നെ അയാൾ ഇത്ര ഇഷ്ടപ്പെടാന്ന് പറയാൻ കാരണം എന്താ? ഇവൻ സംസാരിക്കാതെ സ്ഥിതിക്ക് നീ സംസാരിക്കാതായിരുന്നു ഇത്രയും. താഴെ ചെന്നിട്ട് ആന്റിനോടും അങ്കിളിനോടൊക്കെ എന്ത് പറയും? എടാ അങ്ങനെ ആ ഒരു എന്താ പറയുക, ഉണ്ണി പോകാം. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയല്ലേ അത് വരുള്ളൂ. അവൻ ഇവിടെ നാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ മിണ്ടണ്ടേ? നമ്മൾ പക്ഷെ ഞാൻ അതുപോലെ സംസാരിച്ചല്ലോ, അന്നേരം എന്തോ എന്നോട് പറഞ്ഞില്ല. എടാ ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെയല്ലേ ഞാൻ സംസാരിച്ചത്, വേറെന്താ ഞാൻ ചെയ്തത്? നീ ഒറ്റയ്ക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് പോയപ്പോൾ ഇല്ല ഏട്ടാ അവനോട് സംസാരിക്കുമെന്നെങ്കിൽ അവനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സംസാരിക്കാനെന്നും പറഞ്ഞാണ് ഇവിടെ പിടിച്ചിരുത്തിയത് തന്നെ. കുട്ട മതി, എന്തിന് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. എടാ എന്നോട് എന്താ പറഞ്ഞത്? 17 years ആയിട്ട് അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ പറ്റി എന്നോട് ചോദിക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞാണ് എന്നെ പിടിച്ചിവിടെ ഇരുത്തിയത്. അല്ലാണ്ട് എനിക്ക് തന്നെ പറ്റി അറിയാനുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ പിടിച്ചിവിടെ ഇരുത്തിയത്. ആ ചേട്ടൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇവനോട് സംസാരിക്കാൻ പറഞ്ഞെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ അത് ആ ഒരു ലിമിറ്റിൽ സംസാരിക്കണമായിരുന്നു. നീ ഏത് ലിമിറ്റില്? നീ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, ആ ചേട്ടനോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ആ ചേട്ടൻ ഓപ്പൺ ആയിട്ട് തോന്നി. ആ ചേട്ടൻ ഇവിടെ ഇരുന്ന് അപ്പഴേ പറഞ്ഞതാ. ഇവിടെ വന്നിരുന്ന അയാൾ ആദ്യം പറഞ്ഞത് എന്നോട് ആ കാര്യമാണ്, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കാര്യം പറയുകയാണ്, എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. 17 വർഷം ഫ്രണ്ട്ഷിപ്പ് അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. താഴെപ്പെട്ട് നീ ഇങ്ങനെ പറയണ എന്താ? എനിക്ക് മനസ്സിലാവണില്ല. നീ എല്ലാം കൂടി എൻ്റെ തലയിലോട്ട് എടുത്തിടുന്നത് എന്താ? നീ അവൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ എഴുന്നേറ്റ് പോകേണ്ട കാര്യം അവൻ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കണമെങ്കിൽ പിന്നെ എന്തിനാ നീ ഇരിക്കുന്നത്? എടാ എന്നോട് സംസാരിക്കണം ഇവനെ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനോട് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം എന്നോട് ചോദിക്കാനുണ്ടാവും വിചാരിച്ചു. ഇവനെ പറ്റി ക്യാരക്ടർ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത് സംസാരിക്കാനായിട്ട്. അതിപ്പോൾ ആൻറ്റി അറിയുമ്പോൾ എൻ്റെ തലയിലല്ലേ വരുള്ളൂ. This is going to be an issue, okay? Can't do this. ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതൊരു ഇഷ്യൂ ആവും. ആയിക്കോട്ടെ, എന്ത് ഇഷ്യൂ ആണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിനകത്തൊന്നും അറിയണ്ട. ഈ കുട്ടിയുടെ കാര്യമല്ലേ, ഈ കുട്ടിയുടെ കാര്യം നോക്കണ്ട. ഈ കുട്ടിയെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്.
എൻ്റെ കൂട്ടുകാരനെ കുട്ടിയെ കെട്ടിയിരിക്കും. എന്നെ പറ്റി ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞല്ല മിണ്ടല്ല, താൻ മിണ്ടില്ല. എന്നെ പറ്റിയല്ലേ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ എനിക്ക് മിണ്ടാൻ പാടില്ലേ? താൻ മിണ്ട, തന്നോട്ടൊരു കാര്യം മിണ്ടറിയും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ കുട്ടിയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. അവർ തമ്മിൽ ജീവിച്ചോളും, നമുക്ക് ഒരുമിച്ച് ജീവിക്കില്ലേ? എന്താ കളിയാക്കാണോ വിളിച്ചത്? ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണം, ഇയാളല്ല. അപ്പൊ ഞാൻ എന്നാ ഈ കുട്ടിയോട് പറയാം, നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇപ്പോ? എനിക്ക് കുട്ടി മതി. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ആഹാ ഉണ്ടോ? ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സ്വഭാവം? ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഈ പുള്ളി കെട്ടിയാണല്ലോ. ഞാൻ എന്റെ വീട്ടുകാരെ മുഴുവൻ കണ്ടടാ, ഇവന്റെ അമ്മേനെ. ഞാൻ സമ്മതിക്കില്ല. Thank you very much. അപ്പോൾ നമുക്കിനി ഫ്ലോറിൽ കാണാം. ഞങ്ങൾ കൊണ്ടുവരും. നല്ല ക്ഷീണം ഉണ്ടല്ലോ. എന്തായിരുന്നു കൂട്ടുകാരിയെ കാണാൻ വന്ന ആള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു? വേറൊന്നുമല്ല, ലഡു പൊട്ടി. ലഡു ഒന്നും പൊട്ടിയില്ല. ഇല്ല, ലഡു ഒന്നും പൊട്ടിയില്ല. ആ മുഖത്തെ നാണവും ശൃംഗാരവും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ ഞാൻ പറ്റുന്നുണ്ട്. ആദ്യം സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. അവിടെ ആളിരിപ്പുണ്ട്, സാക്ഷികളുണ്ട്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പറയും. ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഇത് ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അപ്പോൾ ഇഷ്യൂ ആവും. അയാളെ ഞാൻ ഓൾറെഡി റിജക്റ്റ് ചെയ്തു. ഇവനാണെങ്കിലും നമുക്കിത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഇഷ്യൂ ആവുമല്ലോ. വീട്ടിൽ പോയിട്ട് നമ്മളിത് എങ്ങനെ ഒരാളോട് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇതൊരു ഇഷ്യൂ ആവും. നമ്മൾ എന്തിനാ അങ്ങനെ പോയേ, അങ്ങനെയൊക്കെ ഒരു ഇതാവും. ആ ഒരു പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ പറയാതാണ് പെണ്ണ് കാണാൻ കൂടെ പോയത്? ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എന്നോട് ഓൾറെഡി പറയുകയും ചെയ്തു, എന്തിനാ പോകുന്നത് എല്ലാവരും കൂടി, അവസാനം ആ ചെക്കൻ നിങ്ങളെ ആരെങ്കിലും മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അത് ഓൾറെഡി അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിന്റെ തലേ ദിവസം കോളേജ് ബസ്സിൽ വെച്ചിട്ട് ഇവൻ എൻ്റെ അടുത്ത്, എടാ അമ്മ ഇങ്ങനെ പറഞ്ഞൂടാ, അവന് ആ ചെക്കന് നമ്മളാരെങ്കിലും ഇഷ്ടം എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആന്റി എങ്ങനെ അറിഞ്ഞു ഐഡിയ ഒക്കെ. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അമ്മയുടെ 6th സെൻസ് അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയൂ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി ഇവർ തമ്മിലെല്ലാം ഡിസൈഡ് ചെയ്തതാണല്ലോ, അങ്ങനെ എനിക്ക് ഇഷ്യൂ ആവുന്നുള്ള പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു എൻകൗണ്ടർ കഴിഞ്ഞ ശേഷം ഇവർ പുറത്തുപോയി, പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, എന്നിട്ട് ഇവർ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് ആദ്യം ഉണ്ണിയമ്മ ചെയ്ത കുറ്റപ്പെടുത്തലാണ്, നീ എന്തിനാ അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചതുകൊണ്ടല്ലേ. അപ്പോഴുണ്ടായ ഫീൽ എന്തായിരുന്നു? അപ്പോൾ എനിക്ക് ശരിക്കും ഹേർട്ടായി. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ ഓൾറെഡി എന്നോട് പറയാണ്, ചോദിക്കുക എന്തെങ്കിലും, സംസാരിക്കുക. അത് ആരും മിണ്ടുന്നില്ല. സോ ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നോട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യണേ, വീട് എവിടെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു. എന്നെ കൊണ്ട് ചോദിപ്പിച്ച ആൾ തന്നെ പോയി തിരിച്ചു വന്നിട്ട്, നീ എന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയേ, എന്തിനാ സംസാരിക്കാൻ പോയേ, ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് പോരാൻ, അങ്ങനെ പോന്നാൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഹേർട്ടായി. ഇതെല്ലാം കൂടി അവസാനം എൻ്റെ തലയിൽ വരുമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. എന്നാലും കൂട്ടുകാരിയെ പെണ്ണ് കാണാൻ വന്ന ആളുടെ അടുത്തിരുന്ന് ശൃംഗരിക്കുന്നത് ഒരു ചാൻസ് കിട്ടിയതല്ലേ. അതിപ്പോ കൂട്ടുകാരിയാന്നൊന്നുമില്ല. എന്താ അഭിപ്രായം? പറ്റിച്ച് എല്ലാരും കൂടെ കൊണ്ടുപോയി അല്ലേ? എന്ത് ചെയ്യുന്നു? എനിക്ക് ഗോൾഡൻ ഓർക്കണം. പറഞ്ഞിരുന്നു ഇതുപോലൊരു പ്രോഗ്രാം? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പരിപാടി എല്ലാം കൂടെ തല്ലേ കൂടി അറിയണം ഇങ്ങനെ സംഭവം ഉണ്ടോ. ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിച്ചോളൂ. ഇനി ഏതെങ്കിലും ഒരു പയ്യനെ കാണണം, നമുക്കൊരു കോഫി ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞൊരു സുഹൃത്ത് വിളിച്ചാൽ കൂടെ പോകും? പോവും. ഇനി അത് കൊള്ളാം കേട്ടെ.
എന്തൊരു ചെടുങ്ങല അവിടെ ഇരുന്നോണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു ക്യാമറാമാൻ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. വന്നിരുന്നതും അവിടെ ഇരിക്കില്ലെന്ന് പറ. ഈ ക്യാമറാമാന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് അപ്പുറത്തേക്ക് ഇരുത്തുമെന്ന് പറഞ്ഞു. നമ്മളൊരു സ്പോട്ട് ഫിക്സ് ചെയ്തിരുന്നല്ലോ, അത് കേട്ടില്ലേ? കേട്ടല്ലോ. എന്നിട്ട് കേട്ടിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത്, ആരാ അത് പറഞ്ഞേന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ആൻസർ തന്നെ പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു അതിനി പുറകിലത്തെ ക്യാബിനിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തുനിന്നായിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ബാക്കിൽ നിന്നായിരിക്കും. ഞാൻ ചോദിച്ചു അത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എവിടെ നിന്നാണെന്ന്. എന്റെ ഡൗട്ടിന് മൊത്തം ഇവര് ജസ്റ്റിഫിക്കേഷൻസ് തന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ആ ഡൗട്ടൊക്കെ അവിടെ വെച്ച് തന്നെ ഇല്ലാണ്ടായി. കൂട്ടുകാർ ഇത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കൾ പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായി പോയി. എന്ത് ഇത്രയും വിചാരിച്ചില്ല സത്യമായിട്ട്. അല്ല, ഇങ്ങനെ ഒരു തീം ആയതുകൊണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഓൾറെഡി മാരേജ് പ്രപ്പോസൽസ് വരുന്നുണ്ട്. ഒരു ചോദ്യം, റിയൽ ലൈഫിൽ ഇനി കൂട്ടുകാരികളെ കൊണ്ട് ഈ പയ്യനെ കാണാൻ ഒരിക്കലും ഇല്ല. സനുവിന് അത് ശരിക്കും ഫീൽ ചെയ്തു. സനു ശരിക്കും ജീവിക്കായിരുന്നു. ഞാൻ വിശ്വസിക്കാനുള്ള മെയിൻ റീസൺ സനു ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്ത് ശരിക്കും ഹേർട്ടായ പോലെയാണ് അവിടെ ഇരുന്നത്. കണ്ണൊക്കെ നിറഞ്ഞ് ആ കണ്ണ് നിറയുന്ന സീൻ കണ്ടപ്പോ എനിക്ക് ഡൗട്ടായി, ഇവനോടാണോ സത്യം പറഞ്ഞിട്ട് എനിക്ക് ഡൗട്ടായി. അങ്ങനെ ജീവിക്കായിരുന്നു അവൻ, അഭിനയിക്കായിരുന്നില്ല. ആ ഒരു എക്സ്പ്രഷനും ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും വിഷമമായി. അതൊക്കെ കൂടിയപ്പോ ഞാൻ അങ്ങ് വിശ്വസിച്ചു. അല്ല, ഇപ്പൊ ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ കള്ളമല്ല പറഞ്ഞ, ഞാൻ ഇനി കൂട്ടുകാരികളെ കൊണ്ട് പോകില്ല. അതിൽ കുറഞ്ഞുള്ള സ്നേഹം മതി. കല്യാണത്തിന്റെ അന്ന് വിളിക്കും. ഈ ഒരു സന്തോഷവും ഒത്തൊരുമയും സ്നേഹവും ഒക്കെ ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഇതുപോലുള്ള ആത്മാർത്ഥതയുള്ള കൂട്ടുകാരികൾ ഒരിക്കലും പിരിയാതിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. NB അത് ഓക്കെ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ S3 MCA ഇങ്ങനെ ഒരു ഹായ് പറയൂ. S3 MCA റെഗുലർ ഒരു ഹായ് ഇല്ലെങ്കിൽ അത് ചാർജ് ഉണ്ട്, പ്രത്യേക ചാർജ്. ഓക്കെ, കോളേജിന്റെ പേര് ക്രൈസ്റ്റ് നോളജ് സിറ്റിയിലെ S3 MCA റെഗുലർ. എല്ലാവർക്കും എന്റെ ഒരു പ്രത്യേക ഹായ്. മതിയോ? അപ്പൊ ഇന്നത്തെ ഗിഫ്റ്റ് ക്യാൻസൽ. ഇത് ചെയ്തതിന് ഗിഫ്റ്റ് ഞാൻ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തിനോ ഒരു കുടുംബാംഗത്തിനോ ഒരു സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം രസകരമായ മറ്റൊരു സർപ്രൈസുമായി ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.